ദുസ്തന്മാരായിട്ട് പോകും. അപ്പൊ ഇവിടെ ശുക്രൻ ആരൂഢാധിപതിയായിട്ട് നിൽക്കുക, അത് ദുസ്തനായില്ല അല്ല. അപ്പൊ ദുസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിഷ്ടസ്ഥാനഗതൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. പറഞ്ഞോ. ഷഷ്ടം ദ്വാദശമഷ്ടമഞ്ചമുനയോ ഭാവാൻ അനുഷ്ഠാന്യോ തന്നാഥന്നിതവീക്ഷിതായതതിവാ ഏവാജഭാവത്രയം തത്രസ്കസ്തയതീശ്വരത്രയയുമേ നശ്യന്തിനോ ഭാവ അല്ലേ. ജാതം വാ വിഫലം വിനഷ്ടവികല തത്രാദി കഷ്ടോഷ്ടമ. അത് തത്ര അതികഷ്ട അഷ്ടമ. ആറൊക്കെ വന്നിട്ടുണ്ട് ദോഷം. ഏറ്റവും ദോഷമായിട്ടുള്ള പറയുന്നുണ്ട് ഷഷ്ടാഷ്ട കഷ്ടാഷ്ടമ. തത്രാദി കഷ്ട അഷ്ടമ. അതികഷ്ടമാണ് അഷ്ടമം, അതികഷ്ടമാണ്. സോ നമുക്ക് ഇവിടെ ദുസ്തനാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു അവയോഗമാണ്. ലഗ്നാധിപതിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് അവയോഗം എന്നാണ്. അവയോഗം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ? അവയോഗത്തിനൊരു ഫലമുണ്ട്. അപ്രസിദ്ധി അതിദുസ്സഹമായും അപ്രസിദ്ധി ഉണ്ടാവുക. ഒരു കാലത്ത് പ്രസിദ്ധിയാവുക, പിൽക്കാലത്ത് പ്രസിദ്ധി കുറഞ്ഞു വരിക. പിന്നെ ചഞ്ചലത്വം, ഇളകുക എന്നുള്ളത്, ആയുസ് കുറവാവുക. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയാലെന്ത് ഇവിടുന്ന് ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന വിധാണ് ദുസ്തൻ എന്ന് പറഞ്ഞാൽ. അവിടെ ദുസ്തൻ എന്ന് പറഞ്ഞാൽ കഴിയാൻ വയ്യാത്ത സ്വസ്ഥത കുറവ് തന്നെയാണ്. അപ്പൊ ദേവിയുടെ അവസ്ഥ എവിടെയെങ്കിലും പോയാലെന്ത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതേ സമയം ഉച്ചനുമാണ്, എല്ലാ കഴിവുമുണ്ട് അല്ലേ. ഇപ്പൊ ലഗ്നാധിപതിക്ക് ഉച്ചം വരിക എന്ന് പറഞ്ഞാല് വലിയ നല്ല എന്തോ ഒരു പ്രത്യേക അവസ്ഥയാണ്. അതിബാല സമക്ഷസ്തോ ബാലോ ബന്ധുഗൃഹസ്ഥിത, അങ്ങനെ ഓർമ്മയില്ല. അതിബാലശ്ച ബാലശ്ച കുമാരോ യുവ ഭൂമിഭൂ വൃദ്ധോ മൃത ഇത് സ്ഥാനഭേദ ക്രമശഃ. ഇങ്ങനെ സ്ഥാനഭേദങ്ങളുണ്ട്. അപ്പൊ ഇതില് യുവാവ് കഴിഞ്ഞിട്ട് അതിനടുത്ത് രാജാവാകുന്ന അവസ്ഥയാണ് ഉച്ചത്തിൽ. സമബന്ധു നിജർഷ സ്വത്രികോണ ഉച്ച അരി നീജഭേ, ഇങ്ങനെയാണ്. അപ്പൊ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അല്ലേ. അപ്പൊ ഏറ്റവും അധികം കഴിവുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ദുസ്തനായിപ്പോയി, ആർപ്പോയി, അനിഷ്ടമായിപ്പോയി. അപ്പൊ ഇന്നലെ ഞാൻ ഒരു സൂചന തന്നു. ഒരു ദേവിക്കൊരു ബന്ധനയോഗം ഉണ്ട്, ഒരു പൂർവികമായിട്ടുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു ബന്ധനയോഗം. അപ്പൊ ഇവിടെ ആ ഒരു ബന്ധനയോഗമുണ്ട്. അപ്പൊ ഈ ദേവിയുടെ ചൈതന്യം പരിപൂർണമായിട്ട് കിട്ടാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കപ്പെട്ട ഒരു വിഷയം. അപ്പൊ എങ്ങനെ അത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കർമാധിപതി തന്നെയാണ്, നാലിൽ നിൽക്കുന്ന ആള് നിങ്ങളെ കുടുംബക്കാർ തന്നെയാണ്. മനസ്സിലായി? നിങ്ങളെ ആൾക്കാർ തന്നെയാണ് ചെയ്തതെന്ന. നിങ്ങളെ ആൾക്കാർ ഇവിടെ പൂജകനും മന്ത്രവാദിയായിട്ട് ആരെങ്കിലും ഈ സമീപകാലത്ത് ഒരു 10-15 കൊല്ലം മുമ്പേ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ദേവിക്ക് വരുത്തിയിട്ടുണ്ടോ നിങ്ങളെ ആൾക്കാർ? മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇന്നും ദേവിക്കുണ്ട്. അപ്പൊ ദേവി ഏറ്റവും അനുഗ്രഹശേഷിയുള്ളതാണ്, ശക്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഗുണം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ബന്ധനത്തിൽ നിർത്തിയിരിക്കുക ആണ്. അപ്പൊ നമുക്ക് തോന്നും ഈ ദൈവത്തിനൊക്കെ നമുക്ക് കെട്ടാൻ പറ്റുമോ മനുഷ്യൻ? അങ്ങനെ തോന്നും അല്ലേ. ന്യായമായ ചോദ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവിക്ക് കഴിയില്ല എന്നുള്ള ചോദ്യം. അങ്ങനെ ചെയ്താൽ അത് പറ്റൂലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ അതിനൊരു വിഷയം എന്താ വെച്ചാൽ ദൈവാധീനം ജഗത് സർവം. ജഗത്ത് മുഴുക്ക, ഈ ലോകം മുഴുക്ക